സിനിമ ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പേര് ഉപേന്ദ്ര. കുറച്ച് ഉറക്കം മട്ടിൽ പോയിരുന്ന തിയേറ്റർ കുറച്ചൊന്ന് ഓളം വെച്ചത് ഉപേന്ദ്രയുടെ ഒരു എൻട്രി കൊണ്ടായിരിക്കും അല്ലേ? പക്ഷേ ആരാണ് ഈ ഉപേന്ദ്ര? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യുന്നത്? രജനീകാന്ത് പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെല്ലാം വളരെയധികം ഇൻസ്പിറേഷൻ ആക്കാൻ പറ്റിയ ഒരു വ്യക്തി, ഒരു ഡയറക്ടറാണ് ഉപേന്ദ്ര. IMDbയിൽ വേൾഡിലെ തന്നെ ടോപ്പ് 50 ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ സൗത്തിൽ നിന്നുള്ള ഏക ഡയറക്ടർ കൂടെയാണ് ഉപേന്ദ്ര. യെസ്, ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ റൈറ്റർ, ലിറിസിസ്റ്റ് ഉപേന്ദ്ര റാവോ. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ക്രിസ്റ്റഫർ നോളൻ എന്നറിയപ്പെടുന്ന ആളാണ് ഉപേന്ദ്ര. ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ റിവേഴ്സ് സ്ക്രീൻ പ്ലേ ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഉപേന്ദ്രയാണ്. അദ്ദേഹത്തിൻ്റെ A എന്ന സിനിമയിലൂടെയാണ് ഈ ഒരു ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്ലാഷ് ബാക്ക് പറയുക എന്ന രീതിയിലായിരുന്നു ഈ ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1992 ആദ്യത്തെ സിനിമ ഡയറക്ട് ചെയ്തു തർലി നന്മക, ഒരു കംപ്ലീറ്റ് കോമഡി ബ്ലോക്ക് ബസ്റ്റർ. 1993 ഇഷ്, 1995 ഓം എന്ന സിനിമ ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ 550-ലധികം സ്ക്രീനുകളിലായിട്ട് റിലീസ് ചെയ്ത ഏക സിനിമ കൂടെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സംവിധാന ജീവിതം തുടർന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത കുറച്ച് സിനിമകൾ എടുത്തു പറയാനാണെങ്കിൽ A, ഉപേന്ദ്ര, P2, അവസാനമായി സംവിധാനം ചെയ്ത UI, അങ്ങനെ ഈ ഒരു ലിസ്റ്റ് തുടരുകയാണ്. സംവിധാനം മാത്രമല്ല, അഭിനയം കൊണ്ടും തൻ്റെതായ ഓറ സൃഷ്ടിച്ചെടുത്ത നടനാണ് ഉപേന്ദ്ര. ആ ഒരു ഓറ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലോകേഷ് എന്ന സംവിധായകനും കഴിഞ്ഞിട്ടുണ്ട്.